തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ വിലയുള്ള നാമത്തിൽ സ്നേഹവന്ദനം. ആനന്ദം. സ്നേഹമുള്ള സഹോദരങ്ങളെ, ആനന്ദം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു ആനന്ദം നമുക്ക് തോന്നുന്നുണ്ട്, അല്ലേ? എന്നാൽ എത്ര പേർക്ക് ഈ ആനന്ദം സ്വന്തമാക്കാനും ആസ്വദിക്കാനും സാധിക്കുന്നുണ്ട്? ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 15:16 പറയുന്നു, അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദാമൃതമായി, എൻ്റെ ഹൃദയത്തിന് സന്തോഷവും. എന്തെന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, ഞാൻ അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത്. നാമം വഹിക്കുന്നതിനെ കുറിച്ച് നിയമാവർത്തനം 28:10 പറയും, കർത്താവിന്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. നമുക്കറിയാം, കർത്താവിന്റെ നാമം എന്ന് പറഞ്ഞാൽ അത് വചനം തന്നെയാണ്. വചനം ദൈവമാണ്. വിശുദ്ധ യോഹന്നാൻ 1:1 അത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനഭാഗം നമ്മൾ പലതവണ കേട്ടിരിക്കുന്നു. എന്നാൽ ഫിലിപ്പിയർ 3:1 പറയുന്നു, എന്റെ സഹോദരരെ, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഒരേ കാര്യം വീണ്ടും എഴുതുന്നതിൽ എനിക്ക് മടുപ്പ് തോന്നുന്നില്ല, നിങ്ങൾക്ക് അത് കൂടുതൽ സുരക്ഷിതത്വം നൽകും. അതിനാൽ ഒരേ വചനം പലതവണ കേൾക്കുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നരുത്. സങ്കീർത്തനം 119 പലതവണ ആനന്ദത്തെ കുറിച്ച് പറയുന്നുണ്ട്. 14 വചനം, സമ്പൽ സമൃദ്ധിയിൽ എന്ന പോലെ അങ്ങയുടെ കൽപ്പനകൾ പിന്തുടരുന്നതിൽ ഞാൻ ആനന്ദിക്കും. വീണ്ടും 24 അവിടുത്തെ കൽപ്പനകളാണ് എൻ്റെ ആനന്ദം, അവയാണ് എനിക്ക് ഉപദേശം നൽകുന്നത്. 92 വചനം പറയുന്നു, അങ്ങയുടെ പ്രമാണം എൻ്റെ ആനന്ദമായിരുന്നില്ലെങ്കിൽ എൻ്റെ ദുരിതത്തിൽ ഞാൻ നശിച്ചു പോകുമായിരുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, കൽപ്പനകൾ പാലിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഇതാ. നിയമാവർത്തനം 28:13 പറയുന്നു, ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാവും, നിനക്ക് ഒരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല. വീണ്ടും 162 വചനം പറയുന്നു, വലിയ കൊള്ള മുതൽ ലഭിച്ചവനെ പോലെ ഞാൻ അങ്ങയുടെ വചനത്തിൽ ആനന്ദിക്കുന്നു. 174 തിരുവചനം ഇപ്രകാരമാണ്, കർത്താവേ, ഞാൻ അങ്ങയുടെ രക്ഷ കാംക്ഷിക്കുന്നു, അങ്ങയുടെ നിയമമാണ് എൻ്റെ ആനന്ദം. ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, അവിടുത്തെ വചനങ്ങൾ കണ്ടെത്തി അവ ഭക്ഷിച്ച് ദൈവത്തോടും വചനത്തോടും ചേർന്ന് നിന്നാൽ ജീവിതത്തിൽ ഏറ്റവും വലിയ ആനന്ദം നമുക്കും സ്വന്തമാക്കാൻ സാധിക്കും. അതിനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.